ബിഗ് ബോസ് മലയാളം അൾട്ടിമേറ്റ് വരുമോ ഇത്തവണ? ഇപ്രാവശ്യമെങ്കിലും തുടങ്ങുമോ? സാധ്യതകൾ കാണുന്നുണ്ട്. ആരൊക്കെ ആയിരിക്കും വരാൻ പോകുന്നത്? ഈ പറയുന്ന നമ്മുടെ പ്രിയ താരങ്ങളെല്ലാം കൂടി ചേർന്ന ഒരു അടിപൊളി ബിഗ് ബോസ് വന്നാൽ മാത്രമേ ഇത്തവണത്തെ നമ്മുടെ ഈ ബിഗ് ബോസിന്റെ ഒരു ഹാങ് ഓവർ മാറി കിട്ടത്തുള്ളൂ. എന്തൊക്കെയാണ് അപ്ഡേറ്റുകൾ? എല്ലാ പ്രാവശ്യവും സീസൺ അവസാനിക്കാറാകുമ്പോഴത്തേക്കും പൊങ്ങി വരുന്ന വിശേഷമാണ് അൾട്ടിമേറ്റ് ഉണ്ടാകുമോ ആ കാര്യങ്ങളെ കുറിച്ചിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലെറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോവല്ലേ. അപ്പൊ ആദ്യം തന്നെ നമ്മുടെ കുറെ പ്രേക്ഷകർക്ക് ബിഗ് ബോസ് അൾട്ടിമേറ്റ് മലയാളം എന്താണെന്ന് അറിഞ്ഞുകൂടായിരിക്കും. അതായത് തമിഴിലും തെലുങ്കിലും ഒക്കെ നടന്നിട്ടുള്ള ഒരു ബിഗ് ബോസ് ആണ് ബിഗ് ബോസ് അൾട്ടിമേറ്റ്. ഇത് നമുക്ക് TV-യിൽ കാണാൻ പറ്റത്തില്ല. ജിയോ ഹോട്ട്സ്റ്റാറിൽ 24/7 ലൈവും എല്ലാ ദിവസവും ഓരോ എപ്പിസോഡേ കാണാൻ പറ്റത്തുള്ളൂ. ഈ അൾട്ടിമേറ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞു പോയ സീസണുകളിലെ കണ്ടസ്റ്റൻസിനെ എല്ലാവരെയും കൂടെ കൊണ്ടുവന്നിട്ട് അതിനകത്ത് ഒരിക്കൽ കൂടി അവർക്കൊരു ദിവസം കൊടുക്കും, ഒരിക്കൽ കൂടി അവർക്കൊരു അവസരം കൊടുക്കും. 10 ആഴ്ചയാണ് ഇതിൻ്റെ എന്താ പറയുക ഇത് വരുന്നത്. ഈ ഷോയുടെ ടൈം 10 ആഴ്ചയാണ്. 70 ദിവസം. 10 ആഴ്ചയാകുമ്പോൾ 70 ദിവസമാണ്. ചിലപ്പോൾ 62 ദിവസം, ചിലപ്പോൾ 70 ദിവസം, അങ്ങനെ അങ്ങ് പോകും. അപ്പൊ ഇതിനകത്ത് വിന്നർ ആയിട്ടുള്ള ഇപ്പം നമ്മുടെ മലയാളത്തിലൊരു അൾട്ടിമേറ്റ് വരുവാണെന്നുണ്ടെങ്കിൽ വിന്നർ അല്ലാത്ത ബാക്കി കണ്ടസ്റ്റൻസിനെ ആരെ വേണമെങ്കിലും കൊണ്ടുവരാം. ഒരു കുഴപ്പമില്ല. ഇജക്റ്റ് ആയി പോയവരെ വേണമെങ്കിലും കൊണ്ടുവരാം. ഓക്കെ, വിന്നറിനെ കൊണ്ടുവന്നിട്ടില്ല. ഇന്ന് വരെ ഒന്നിനും വിന്നറിനെ കൊണ്ടുവന്നിട്ടില്ല. ഇതാണ് ബിഗ് ബോസ് അൾട്ടിമേറ്റ്. നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങളെല്ലാം കൂടെ ഒന്നൊന്ന് കളിക്കുന്നത് നല്ല രസമല്ലേ? അപ്പൊ അതാണ് ബിഗ് ബോസ് അൾട്ടിമേറ്റ് എന്ന് പറയുന്ന സാധനം. TV-യിൽ കാണിക്കത്തില്ല, ഹോട്ട്സ്റ്റാറിൽ മാത്രമേ ഉള്ളൂ. ഇനി മലയാളത്തിൽ ഇത്തവണ അത് വരാൻ സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തുകൊണ്ട് സാധ്യത ഉണ്ടെന്ന് പറയാൻ കാരണം, നമുക്കിപ്പോൾ സ്വന്തമായിട്ട് മലയാളത്തിനൊരു സെറ്റ് ഉണ്ട് അല്ലേ? എപ്പോഴും ഈ കയറി തെണ്ടി തമിഴ് ബിഗ് ബോസിന്റെ സെറ്റ്, മുംബൈയിലെ സെറ്റ്, പിന്നെ മറാത്തി ബിഗ് ബോസിന്റെ സെറ്റ് തെണ്ടി നടന്ന് നമുക്കിപ്പോൾ സ്വന്തമായിട്ടൊരു സെറ്റ് ഉണ്ട്. അപ്പോൾ വേണമെങ്കിൽ സുഖമായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അൾട്ടിമേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വീട് പുതുക്കി പണിയുകയോ ഭയങ്കരമായി ചേഞ്ച് വരുത്തുകയോ ഒന്നും വേണ്ട. നിസാര കുറച്ച് ചേഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരുത്തിയാൽ മാത്രം മതി. അങ്ങനെയൊക്കെയാണ് തമിഴിൽ ചെയ്തിട്ടുള്ളത്. തമിഴിൽ ഇതിന്റെ പേര് ബിഗ് ബോസ് അൾട്ടിമേറ്റ് എന്നായിരുന്നു. തെലുഗുവിൽ ഇതിന്റെ പേര് ബിഗ് ബോസ് നോൺ സ്റ്റോപ്പ് എന്നായിരുന്നു. അപ്പൊ അതേപോലെ മലയാളത്തിൽ വരുമ്പോൾ ചിലപ്പോൾ ബിഗ് ബോസ് എന്താ പറയാ കാണാ കാഴ്ചകളെന്നോ അല്ലെങ്കിൽ ബിഗ് ബോസ് OTT എന്നോ അങ്ങനെ എന്തെങ്കിലും പറയും. വേറെ എന്തെങ്കിലും പേരായിരിക്കും. പക്ഷെ ബിഗ് ബോസ് അൾട്ടിമേറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയാണ് ഇത് പറഞ്ഞത്. അപ്പം നമുക്ക് സ്വന്തമായിട്ട് വീടുള്ളത് കൊണ്ട് തന്നെ വരാൻ സാധ്യതയുണ്ട്. ഞാൻ പറയുന്നത് ഈ സീസൺ 7-ലെ ഒറ്റൊരെണ്ണത്തിനെയും വിളിക്കരുത്. എല്ലാം കണക്കാണ്. ഇതിനെ എല്ലാത്തിനെയും മാറ്റി നിർത്തിയിട്ട് ആ സീസൺ 6 വരെ ഉള്ളതിൽ കുറെ പേരെ വിളിക്കണം. എനിക്ക് ആഗ്രഹമുള്ള കുറച്ച് പേരെ പറയാം. ഇപ്പൊ തന്നെ 10-25 പേരുടെ പേരെഴുതി വെച്ചിട്ടുണ്ട്. ഓരോ സീസണിൽ നിന്ന് ഞാൻ 4 പേരുടെ പേര് വെച്ച് പറയുവാണ്. നിങ്ങൾക്ക് ആരൊക്കെയാണ് താല്പര്യം എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യാതെ ജസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ ഒരു സാധ്യത മാത്രം കണ്ടാൽ മതി. കാരണം ചിലപ്പോൾ വന്നേക്കാം. അതിപ്പോൾ ഇത് തീർന്നിട്ട് ഉടനെ വരുമോ, താമസിച്ച് വരുമോ, അതോ ഇനി വരൂലേ, ഒന്നും അറിഞ്ഞുകൂടാ. ഞാൻ നിങ്ങളുടെ പറഞ്ഞേക്കാം. ചിലപ്പോൾ നമുക്കിപ്പോൾ സ്വന്തമായിട്ട് സെറ്റും വീടൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ വേണമെങ്കിൽ കൊണ്ടുവരാന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ബിഗ് ബോസ് സീസൺ 1-ൽ നിന്ന് ഞാൻ വരണമെന്ന് ആഗ്രഹിക്കുന്നത് ദിയാസന, അർച്ചന, രഞ്ജിനി ഹരിദാസ്, ഹിമ. ഇതിനകത്ത് രഞ്ജിനി എന്ന് വരാനേ പോകുന്നില്ല. എന്നാലും എനിക്ക് എക്സ്പെക്ട് ചെയ്യാമല്ലോ, പറയാമല്ലോ. അടുത്ത് ബിഗ് ബോസ് സീസൺ 2-ൽ നിന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ഡോക്ടർ രജിത് കുമാർ, ദയ അശ്വതി, പവൻ, ജസ്ല മാടശ്ശേരി. ഇവരെ 4 പേരെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അടുത്ത് ബിഗ് ബോസ് സീസൺ 3-ൽ നിന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് നമ്മുടെ ഡേഞ്ചറസ് ഫിറോസ് ഖാൻ, റംസാൻ, സന്ധ്യ മനോജ്, ഡിംബൽ. ഇവരെ 4 പേരാണ് ഞാൻ അതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. അടുത്ത് ബിഗ് ബോസ് സീസൺ 4-ൽ നിന്ന് ഒബ്വിയസ്ലി റിയാസ് വിൽ ബി ദയർ. റിയാസ്, ലക്ഷ്മി പ്രിയ, ജാസ്മിന മൂസ, ബ്ലസ്ലി. ഇവരെ 4 പേരെയാണ് ഊഹിക്കുന്നത്. ഞാൻ എന്തുകൊണ്ട് റോബിന്റെ പേര് പറയുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ റോബിന്റെ ഒരു ഗെയിം സ്ട്രാറ്റജി നമ്മൾ എൻ്റെ സീസണിൽ കണ്ടതാണ്. അതിലൊരു മാറ്റവും വന്നിട്ടില്ല. അപ്പോൾ വീണ്ടും റോബിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ സെയിം സ്ട്രാറ്റജി വിൽ ബി അവിടെ നടക്കും അല്ലേ? നമുക്ക് പുതിയ സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ റോബിന്റെ പേര് ഇതിൽ ഉൾപ്പെടുത്താത്തത്. അടുത്ത് ബിഗ് ബോസ് സീസൺ 5-ൽ നിന്ന് ഞാൻ പറയുന്നത് ശോഭ, വിഷ്ണു ജോഷി, സാഗർ, നാദിറ. ഇവർ 4 പേരാണ്. അടുത്ത് ബിഗ് ബോസ് സീസൺ 6-ൽ നിന്ന് ഞാൻ പറയുന്നത് സിജോ, ഗബ്രി, ജാൻമോണി, രതീഷ്. ഇവരെ 4 പേരാണ് ഞാൻ പറയുന്നത്. ഇത് എൻ്റെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻ ആണ്. ഓക്കെ, എനിക്ക് ഇതിനകത്ത് പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവാം. ചിലപ്പോൾ ഞാൻ ഗെയിം ബേസിസിലായിരിക്കാം പറയുന്നത്. നിങ്ങൾ കാര്യം നോക്കണം, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് പറയും. മൊത്തത്തിൽ ഞാനിപ്പോൾ 10-24 പേര് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് മാക്സിമം പോയി കഴിഞ്ഞാൽ 13-14 പേരൊക്കെ ആയിരിക്കും അൾട്ടിമേറ്റ് വരുന്നതാണെങ്കിൽ എടുക്കുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു സാധ്യത മാത്രമാണ്, വേറെ ഒന്നുമില്ല.
നമുക്ക് സ്വന്തമായിട്ട് ഹൗസ് ഉണ്ട് എന്നൊരു അഹങ്കാരത്തിൽ മാത്രം ഞാൻ പോസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോയാണ്. എപ്പോഴും ബിഗ് ബോസിന്റെ സീസൺ ഫിനാലെ അടുക്കുമ്പോൾ അല്ലെ ഗ്രാൻഡ് ഫിനാലെ അടുക്കുമ്പോൾ അൾട്ടിമേറ്റിന്റെ വിഷയങ്ങൾ പൊങ്ങി വരാറുണ്ട്. അതുകൊണ്ട് ഞാൻ ഇടുന്നു. നമുക്ക് നോക്കാം, അങ്ങനെ ഒരു സംഭവം വരട്ടെ അല്ലേ. വരണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, അൾട്ടിമേറ്റ് വരണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം ഈ സീസൺ ഇമാതിരി നാറിയ ഒരു സീസൺ കാരണം ബിഗ് ബോസേ നമുക്ക് ഇത്തവണ ഇല്ലല്ലോ, നമ്മുടെ പഴയ ബിഗ് ബോസ് എവിടെ പോയി എന്നുള്ള ചിന്തയിലായിരിക്കും എല്ലാവരും ഇരിക്കുന്നത്. ഒരു 90% പ്രേക്ഷകർക്കും ബിഗ് ബോസ് ഇത്തവണത്തെ സീസൺ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു അൾട്ടിമേറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ കുറവ് അങ്ങ് മാറി കിട്ടും. അതിനിപ്പോൾ ഇത് ചിലപ്പോൾ ഗ്രാൻഡ് ഫിനാലെ വേദിയിൽ ഇങ്ങനെ ഒരു പ്ലാൻ അവർക്ക് ഉണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. ഉണ്ടെങ്കിൽ ഗ്രാൻഡ് ഫിനാലയിൽ അനൗൺസ് ചെയ്യുന്നതിനേക്കാളും ബെസ്റ്റ് വേറെ എവിടെ അനൗൺസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഉണ്ടെങ്കിൽ ഗ്രാൻഡ് ഫിനാലയിൽ അനൗൺസ് ചെയ്യും. ഉടനെ തുടങ്ങുമോ ഉണ്ടെങ്കിൽ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ പുതുവർഷമല്ലേ, ജനുവരിയിൽ തുടങ്ങാമെന്ന് വിചാരിക്കും. ചിലപ്പോൾ 1 മന്ത് ഗ്യാപ്പ് ഇടും. തമിഴിലൊക്കെ 15 ദിവസമാണ് ഗ്യാപ്പ് ഇട്ടത്. പറയാൻ പറ്റൂല, നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇല്ല എന്നൊക്കെ ഉള്ളത്. ഞാൻ അങ്ങനെ ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നോക്കാം. പക്ഷേ ഈ ബിഗ് ബോസ് കണ്ടു തീർന്നതിൻ്റെ ക്ഷീണം എനിക്ക് ഇതുവരെ മാറിയിട്ടില്ല. അപ്പോഴാണ് ഇനി അടുത്തൊന്നും കൂടെ, അത് വേറൊരു അർത്ഥത്തിൽ ഞാൻ തന്നെ ഡബിൾ സ്റ്റാൻഡ് കളിച്ചിപ്പോൾ നിൽക്കുവാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ലൈവിൽ അടി പൊട്ടു ഉടനെ അതിൻ്റെ അപ്ഡേറ്റുമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ.